നമ്മുടെ അരയങ്കാവിലൊരു പ്ലാന്റ് ആദ്യം സ്ഥാപിക്കാൻ തീരുമാനിക്കുകയും ആ പ്ലാന്റ് സ്ഥാപിക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇത് എങ്ങനെ നമ്മുടെ പഞ്ചായത്തിലെ 3 മാർക്കറ്റുകളുണ്ട്. ആ മാർക്കറ്റുകളിൽ അന്ന് ഏറ്റവും കൂടുതൽ മാലിന്യം വരുന്നത് അരയങ്കാവ് മാർക്കറ്റിലായിരുന്നു. അപ്പോൾ അതിൻ്റെ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് പലരെയും സമീപിച്ചപ്പോൾ ഇതുപോലെ ബയോടെക്കുകാർ ഇങ്ങനെ നിർമ്മിക്കുമെന്ന് അറിയുകയും നമ്മൾ തിരുവനന്തപുരത്ത് പോയി പിറവം പഞ്ചായത്തും ആമ്പലൂർ പഞ്ചായത്തിലെയും ആളുകൾ തിരുവനന്തപുരത്ത് പോവുകയും കടയ്ക്കൽ പഞ്ചായത്തിൽ പോയി ബയോടെക്കുകാരെ കണ്ട് അവരെല്ലാം കാണിച്ചു തരികയും തുടർന്ന് നമ്മളിവിടെ വന്ന് ഇതുപോലെ തന്നെ പഞ്ചായത്തായിട്ട് ആലോചിച്ച് പഞ്ചായത്ത് ഭരണസമിതിയായി ആലോചിച്ചിട്ട് അരയങ്കാവിലെ ഒരു പ്ലാന്റ് നിർമ്മിക്കുവാനും ആ പ്ലാന്റിനാവശ്യമായ തുക കണ്ടെത്തുവാനും ജില്ലാ പഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ വ്യാപാരി സുഹൃത്തുക്കളുടെയും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെയും TSC ഫണ്ടും എല്ലാം ഉപയോഗിച്ച് പഞ്ചായത്ത് പ്ലാൻ ഫണ്ടും എല്ലാം ഉപയോഗിച്ച് നമ്മളൊരു വലിയ പ്ലാന്റ് അവിടെ നിർമ്മിക്കുകയും പ്രവർത്തനം തുടർന്ന് വരുമ്പോൾ തന്നെയാണ് ഈ പഞ്ചായത്തിന് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർമ്മൽ പുരസ്കാരം ലഭിച്ചത്. അതിനുശേഷം പഞ്ചായത്ത് നന്നായി ഈ ശുചിത്വവുമായി ഒട്ടനവധി ബോധവൽക്കരണ ക്ലാസ്സുകളും തുടർ പ്രവർത്തനം നടത്തി. എന്നിരുന്നാലും നമ്മുടെ പഞ്ചായത്തിലെ പിന്നീട് വന്ന വലിയ മാർക്കറ്റും പഞ്ചായത്തിൻ്റെ ഒരു വലിയ ഹൃദയഭാഗവുമായ ഈ കാഞ്ഞിരമറ്റം മില്ലുങ്കൽ ആദ്യമേ നമ്മൾ പ്ലാന്റ് സ്ഥാപിക്കാൻ തീരുമാനിച്ചത് നമുക്ക് നിർമ്മൽ പുരസ്കാരമായി കിട്ടിയ 5 ലക്ഷം രൂപ ഈ പ്രവർത്തനത്തിന് മാത്രമേ വിനിയോഗിക്കാൻ പാടുള്ളൂ എന്ന സർക്കാരിൻ്റെ നിർദ്ദേശവും പിന്നീട് നമുക്ക് ജില്ലാ പഞ്ചായത്ത് സഹായിക്കാമെന്ന് ഏൽക്കുകയും അതേപോലെ തന്നെ ഇവിടെ നമ്മൾക്ക് ഒരു 150ഓളം കടകളുണ്ട് മില്ലുകൾ, അവരെയെല്ലാം കാണുകയും വ്യാപാരി സുഹൃത്തുക്കളെയും കാണുകയും അതേ ഉദ്യോഗസ്ഥരുമായെല്ലാം സംയോജിച്ച് നന്നായിട്ട് കൂടിയാലോചിച്ചാണ് ഇത്തരത്തിലുള്ള പ്ലാന്റ് നിർമ്മിക്കാൻ ആലോചിച്ചത്. അപ്പോൾ ഏതാണ്ട് പ്ലാന്റിൻ്റെ പണി ഇത്രത്തോളം ആയിരിക്കുന്ന സ്ഥിതിയാണ്. നമ്മൾ ഉദ്ഘാടനം വരെ എത്തി നിൽക്കുകയാണ്. ഈ പ്ലാന്റ് ജൈവവും അജൈവവുമായ മാലിന്യങ്ങൾ പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വലിയ പ്ലാന്റ് ചെയ്യുവാൻ ആഗ്രഹിച്ചത്. ഏതാണ്ട് ഇപ്പോൾ 50ഓളം ലൈറ്റുകൾ നമ്മുടെ ഈ റോഡിൻ്റെ 2 ഭാഗത്തും മാർക്കറ്റിൻ്റെ ഉള്ളിലും എല്ലാം 50ഓളം ലൈറ്റുകളോളം ഇപ്പോൾ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. തുടർന്ന് നമ്മുടെ തൊട്ട് റോഡിൻ്റെ പടിഞ്ഞാറ് വശത്തേക്ക് നമ്മൾ തുടർന്ന് നീട്ടുവാനും എത്ര ലൈറ്റ് വേണ്ട 250 ലൈറ്റുകളും കത്തിക്കാവുന്നതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ച് നീട്ടുവാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ കേരളത്തിലുള്ള 999 പഞ്ചായത്തുകളും കോർപ്പറേഷനും എല്ലാം ഇതേപോലെ നല്ല ശുചിത്വമുള്ള പ്ലാന്റുകൾ സ്ഥാപിക്കുകയാണെങ്കിൽ നമ്മുടെ കേരളം ശുചിത്വ സംസ്ഥാനമായി മാറും.